യോഗിയുടെ യുപി മോഡൽ എന്ന ദേശീയ തലത്തിൽ തന്നെ സജീവ ചർച്ചാ വിഷയമാണ്. ഉത്തർപ്രദേശ് മോഡൽ വികസനത്തെപ്പറ്റി വിശദീകരിക്കാൻ വാരണാസിയിൽ ഒരു മലയാളിയായ അതിഥി ജനം ടിവിക്കൊപ്പം ചേരുന്നു. വാരണാസിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നമ്മുടെ രാജ്യത്ത് കത്തിക്കേറുമ്പോൾ ഞാൻ നിൽക്കുന്നത് ഭാരതത്തിന്റെ ആത്മീയ തലസ്ഥാനമായ വാരണാസിയിലാണ്. പവിത്രമായ ഗംഗാ നദിയുടെ തീരത്ത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഉത്തർപ്രദേശ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്താണ് എന്നുള്ളതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിലും യു പി മോഡൽ ഓഫ് ഡെവലപ്മെന്റിനെ പറ്റി വലിയ തോതിലുള്ള ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. നമുക്കൊപ്പം ഈ ഗംഗയുടെ തീരത്ത് ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. ഉത്തർപ്രദേശിൽ വാരണാസിയിൽ കഴിഞ്ഞ 10-12 വർഷക്കാലമായി ഇവിടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള ഒരു കോളേജിന്റെ പ്രിൻസിപ്പലായി കൂടി പ്രവർത്തിക്കുന്ന വിഷ്ണു നാരായണൻ എന്ന മലയാളിയാണ്. ചേട്ടാ നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ വാരണാസിയിൽ? വാരണാസി ഇലക്ഷന്റെ ചൂടാണ്, പിന്നെ ഇവിടെ എന്നും വിശേഷങ്ങൾ തന്നെയാണ്. എത്ര നാളായി ശരിക്കും എക്സാക്ട് എത്ര നാളായി വാരണാസിയിൽ? ഒരു 12 വർഷം ആവാൻ പോകുന്നു. ഇവിടെ ഒരു കോളേജിൽ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ പൊതുപ്രവർത്തന രംഗത്തുണ്ട്. നാട്ടിലെവിടെയാണ്? നാട്ടിൽ കൊട്ടാരക്കര. വിഷ്ണുജി, ഈ യു പി മോഡൽ ഓഫ് ഡെവലപ്മെന്റ് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വലിയ ചർച്ചാ വിഷയമാണ്. മാത്രമല്ല യോഗിക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു വലിയ സ്വീകാര്യത, അദ്ദേഹം 2ാമത്തെ തവണയും മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു, BJP വിജയിക്കുന്നു. ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഈ ഇത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ യോഗിക്ക് പെട്ടെന്ന് വേരോട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ് യു പി മോഡൽ എന്ന രീതിയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്? ഈ നമുക്കറിയാമല്ലോ, ഉത്തർപ്രദേശിനെ കുറിച്ച് നമ്മളെ പൊതുവിൽ ഒരു വലിയ ചർച്ച നടക്കുന്നത് ഇവിടെ ലോ ആൻഡ് ഓർഡറിനെ കുറിച്ചായിരുന്നു. ഏറ്റവും കൂടുതൽ ഗുണ്ടാരാജ് നടന്നുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. ഇവിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ, ഇവിടെ പലതരത്തിലുള്ള ഗുണ്ടാ മാഫിയകൾ, ഇപ്പം ഈ അടുത്തിടയ്ക്ക് തന്നെ മുക്താർ അൻസാരി, അത്തിഖ് അഹമ്മദ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഗുണ്ടാ മാഫിയകൾ വാഴുന്ന ഒരു സ്ഥലമായിരുന്നു ഉത്തർപ്രദേശ്. ആ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ പറ്റി എന്നുള്ളതാണ് യോഗിജിയുടെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് കാണപ്പെടുന്നത്. അതായത് മുസ്ലിം ഗുണ്ടകളെ മാത്രമല്ല ഹിന്ദു നാമധാരികളായ ഗുണ്ടകളെയും തീർക്കുന്നുണ്ട്. അതെ അതെ, മുന്ന ബജറംഗി, അജയ് ദുബെ, അങ്ങനെയുള്ള ഗുണ്ടകളിൽ ജാതിയോ മതമോ ഒന്നും നോക്കാതെ തന്നെ അദ്ദേഹം എല്ലാവർക്കും നേരെ, അതായത് ആരാണോ നിയമവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ മാഫിയ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതിനെതിരെ വളരെ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബുൾഡോസർ ഇവിടെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കളൊരു 10 വർഷത്തിന് മുകളിൽ എന്തായാലും യു പിയിൽ ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ മുക്താർ അൻസാരിയും അത്തീഖ് അഹമ്മദും ഒക്കെ മിശിഹകളാണ് എന്ന് കരുതുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് അവരുടെ കാലഘട്ടം കൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഈ മുക്താർ അൻസാരിയും അത്തീഖ് അഹമ്മദിൻ്റെയും പേരിൽ 100 കണക്കിന് കേസുകളുണ്ട്. അവർ A to Z ക്രിമിനൽ ഒഫൻസ് നടത്തിയിട്ടുള്ളവരാണ്. അവരുടെ ഈ ഉത്തർപ്രദേശിൻ്റെ എല്ലാ ജില്ലകളിലും അവർക്കെതിരെയുള്ള കേസുകളുണ്ട്. ഏറ്റവും കൂടുതൽ പിടിച്ചുപറി, ഭവനവേതനം, ബലാത്സംഗം, അങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട കേസുകളും അവരുടെ മേലുണ്ട്. ഇവിടുത്തെ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയാണ് അവരെ മിശികയാക്കി മാറ്റിയത്. സാധാരണക്കാരുടെ മുമ്പിലോട്ട് അവരെ മിശിയാക്കി മാറ്റാൻ വേണ്ടി അവർക്ക് ഇലക്ഷന് മത്സരിക്കാൻ സീറ്റ് കൊടുത്തതും എല്ലാം ഇവിടുത്തെ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയാണ്. അല്ലാതെ പിന്നെ അത് പാർട്ടിപരമായിട്ട് അവരെ മിശികയാക്കിയത്. അതായത് സാധാരണക്കാരുടെ ഇടയിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള മിശിക പട്ടവും ഇല്ല. നമുക്ക് ഡൽഹിയിലൊക്കെ യു പിയിൽ നിന്നുള്ള പല സുഹൃത്തുക്കളും ഉണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ 2017 മുൻപ് സമാജ്വാദി പാർട്ടിയും BSPയും ഒക്കെ ഭരിക്കുന്ന കാലത്ത് ഈ കറണ്ട് കട്ടൊക്കെ ഗ്രാമത്തിൽ 10നും 15നും ഇടയിൽ മണിക്കൂറൊക്കെ കറണ്ട് കട്ടൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് കറണ്ട് കട്ടും ലോഡ് ഷെഡിങ് എന്നൊക്കെ പറയുന്നത് കേവലം ഓർമ്മ മാത്രമാണ് യു പിയിൽ എന്നാണ് പറയുന്നത്. അതൊക്കെ വസ്തുതയാണോ? അതെ, വസ്തുതയാണ്. ഇവിടെ 10ഉം 12ഉം അല്ല, അതിനേക്കാളും വളരെ ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും. വാരണാസി തന്നെ ഞങ്ങളൊക്കെ വന്ന സമയത്ത്, അതായത് 2013-14 സമയത്ത് ഗ്രാമങ്ങളിലൊക്കെ 3 മണിക്കൂർ 4 മണിക്കൂറേ കറണ്ട് കിട്ടത്തുള്ളായിരുന്നു. ഇന്ന് അതൊക്കെ മാറി ഇപ്പോൾ 24 മണിക്കൂറും കറണ്ട് കിട്ടുന്ന ഒരു നിലയിലോട്ട് എത്തി. ഇവിടെ പിന്നെ സമ്പൂർണ്ണമായിട്ട് വൈദ്യുതീകരണം, അല്ലെങ്കിൽ ഗ്രാമങ്ങളിലെല്ലാം വൈദ്യുതീകരണം നടന്നു. 24 മണിക്കൂറും പിന്നെ കറണ്ട് കിട്ടുന്ന ഒരു രീതിയിലോട്ട് ഇവിടുത്തെ ആൾക്കാർ പിന്നെ വലിയ ഉൾഗ്രാമങ്ങളിൽ ചെന്ന് TV കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള അറിവില്ലാത്ത, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തമായിട്ടുള്ള ധാരണയില്ലാത്തവർ ഇന്ന് ഗ്രാമങ്ങളിൽ ന്യൂസ് ചാനലുകളും അല്ലെങ്കിൽ അതുപോലെ തന്നെ TVയും മറ്റു കാര്യങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട്. താങ്കൾ ആരോഗ്യരംഗത്തുകൂടി പ്രവർത്തിക്കുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു നേഴ്സ് കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് താങ്കൾ. അതുകൊണ്ട് ചോദിക്കുന്നത്, ഈ ആരോഗ്യ മേഖലയിൽ
UP-യിൽ വന്നിട്ടുള്ള ഒരു കുതിച്ചുചാട്ടം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അഖിലേഷ് യാദവിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി, യോഗിക്ക് മുൻപുള്ള മുഖ്യമന്ത്രി അഖിലേഷ് യാദവാണ്. അന്ന് വരെ ഉത്തർപ്രദേശിൽ 12 മെഡിക്കൽ കോളേജാണ് ഉണ്ടായിരുന്നത്. അതായത് ഏതാണ്ട് 76 ജില്ലകളുള്ള ഒരു സംസ്ഥാനത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം 2017 യോഗി വരുന്നത് വരെ 12 മെഡിക്കൽ കോളേജേ ഉള്ളൂ. പക്ഷേ ഇന്ന് എല്ലാ ജില്ലകളിലും ഏതാണ്ട് മെഡിക്കൽ കോളേജായി. അതൊരു അത്ഭുതകരമായിട്ടുള്ളൊരു പ്രവർത്തനമല്ലേ? യോഗിജിയുടെ ഏറ്റവും വലിയൊരു ഭരണ നേട്ടങ്ങളിൽ ഒന്നാണത്. കാരണം ഇവിടെ വിദ്യാഭ്യാസവും ആരോഗ്യവും അതിനാണ് യോഗിജി ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. അതിൽ ആരോഗ്യരംഗത്ത് എല്ലാ ജില്ലകളിലും ഒരു മെഡിക്കൽ കോളേജ് എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഏകദേശം 100% എത്താൻ പോവുകയാണ്. അപ്പം നമ്മൾ വാരണാസി നിൽക്കുന്നത് തന്നെ, വാരണാസിയുടെ തൊട്ടടുത്ത ജില്ലകളാണ്. ഒന്ന് സോൺഭദ്ര, 2 ജോൺപൂർ. ഇവിടങ്ങളിലൊക്കെ ആരോഗ്യരംഗം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു ഈ അഖിലേഷ് യാദവിൻ്റെയും മായാവതിയുടെയൊക്കെ സർക്കാരിൻ്റെ സമയത്ത്. ഇന്ന് അവിടെ ഈ അദ്ദേഹം മെഡിക്കൽ കോളേജ് ഓപ്പണായി. അവിടെ മെഡിക്കൽ കോളേജിൻ്റെ കൂടെ നഴ്സിംഗ് കോളേജ്, മെഡിക്കൽ MBBS, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടം ആരോഗ്യരംഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും പിന്നെ പല ജില്ലകളിലും പൂർണ്ണമായി റണ്ണിങ് സ്റ്റാറ്റസിലായിട്ടുണ്ട്. ചിലയിടത്ത് തുടങ്ങാൻ പോകുന്നുണ്ട്, അതിൽ ഓപ്പണിംഗ് ആവാൻ പോകുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ ആരോഗ്യരംഗത്ത് വളരെ വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം ഉത്തർപ്രദേശ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇത്രയും സമയം യോഗിജിയെ പറ്റിയാണ് സംസാരിച്ചത്. ഇനി നമുക്ക് വാരണാസി നിൽക്കുമ്പോൾ മോദിജിയെ പറ്റി കൂടി സംസാരിക്കണമല്ലോ. അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണല്ലോ. എത്രയായിരിക്കും മോദിജിയുടെ ഭൂരിപക്ഷം? മോദിജിയുടെ ഭൂരിപക്ഷം 5 ലക്ഷത്തിന് മുകളിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും. ശരിക്കും അദ്ദേഹം വന്നതിന് ശേഷം ഈ വാരണാസിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അത്ഭുതകരമാണ് എന്ന് വാരണാസിയിലെ ജനങ്ങൾ തന്നെയാണ് പറയുന്നത്. ഏതാണ്ട് ഒരു 10 വർഷക്കാലം എത്രത്തോളം വലിയൊരു മാറ്റമാണ് നമ്മുടെ ഈ വാരണാസിക്കുണ്ടായിരിക്കുന്നത്? 2014 അദ്ദേഹം വരുന്നതിന് മുമ്പിട്ട് വാരണാസി എന്ന് പറയുന്നത് പലരും വരാൻ വളരെ വലിയ രീതിയിൽ, ഫാമിലിയായിട്ട് വരാൻ വളരെ വലിയ രീതിയിൽ ടെൻഷനുള്ള ഒരു സ്ഥലമായിരുന്നു കാശി. ഇന്ന് ലോകത്തിൻ്റെ ഭൂപടത്തിൽ, അത് ഇന്ത്യയുടെ ഭൂപടത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ ആധ്യാത്മിക രംഗത്ത് അല്ലെങ്കിൽ എല്ലാ രീതിയിലും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് വാരണാസി മാറി. അത് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമല്ല. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വളരെ വലിയ രീതിയിലുള്ളൊരു വികസനം വാരണാസി നടന്നു. അതിപ്പം ഇൻഫ്രാസ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ വികസനം നടന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഫ്ലൈ ഓവറുകൾ, ഓവർ ബ്രിഡ്ജുകൾ, 2 ലൈൻ, 4 ലൈൻ, 6 ലൈൻ, അങ്ങനെ പലതരത്തിലുള്ള റോഡ്, റെയിൽ, ഇൻ്റർനാഷണൽ, നമ്മുടെ വാരണാസി എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടായി. റെയിൽവേ സ്റ്റേഷൻ, ഏറ്റവും ശുചിത്വമില്ലാതെ കിടന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ എല്ലാം വലിയ ഹൈടെക് റെയിൽവേ സ്റ്റേഷനുകളായി. അങ്ങനെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വലിയ രീതിയിൽ ഇവിടെ വാരണാസിയിൽ നടന്നു. ഇനിയിപ്പം അടുത്തതായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് റോപ്പ് വേ ഇവിടെ വരാൻ പോവാണ്. അതായത് പിന്നെ വാരണാസിയിൽ നിന്ന് നേരെ ദശാശ്വമേധ ഘാട്ട്, അവിടുന്ന് സാർന്നത്, അങ്ങനെ ഇവിടുത്തെ മെയിൻ പോയിന്റുകളെല്ലാം ബന്ധിപ്പിക്കത്ത രീതിയിൽ റോപ്പ് വേ വരുന്നുണ്ട്. അതുപോലെ അങ്ങനെ റോഡ് നെറ്റ്വർക്ക്, അങ്ങനെ വലിയ രീതിയിലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ, പിന്നെ ഹെൽത്ത്, അങ്ങനെ എല്ലാ സെക്ടറുകളിലും മോഡിജി തൻ്റെ ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ വ്യക്തിമുദ്ര അദ്ദേഹം ഇവിടെ വാരണാസിയിൽ പതിപ്പിച്ചു. അതിൻ്റെ ഒരു ജനങ്ങൾ അദ്ദേഹത്തിന് ഒരു റെസ്പോൺസ് കൊടുക്കും. അതാണ് ഇവിടുത്തെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിക്കാൻ പോകുന്നത്. ശരി. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് മധുര, അതോടൊപ്പം തന്നെ അയോധ്യ, ഇപ്പോൾ വാരണാസി, 3 പ്രധാനപ്പെട്ട നഗരങ്ങൾ 3 റീജിയണിൽ കവർ ചെയ്തിട്ടാണ് വരുന്നത്. ധാരാളം മലയാളികൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് UP-യിലേക്ക് വരുന്നുണ്ട്. അവിടെ UP-യെ വലിയ കുറ്റപ്പെടുത്തലൊക്കെയാണ് ഒരു വിഭാഗം ആളുകൾ. പക്ഷേ മലയാളികൾ ധാരാളമായിട്ട് ഇങ്ങോട്ട് വരും. എനിക്ക് തോന്നുന്നു ജീവിതം കുറച്ച് സുഖമാണെന്ന് തോന്നുന്നു. ഇവിടെ ചുരുങ്ങിയ ചെലവിൽ കാര്യങ്ങളെല്ലാം ഓടിപ്പോകും, തൊഴിലവസരങ്ങളുണ്ട്. അതാണോ കാരണം? അതെ. ഇവിടെ നമുക്ക് ഒരു ദിവസം ജീവിക്കാൻ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ഉത്തർപ്രദേശിൽ, നമ്മൾ വാരണാസിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കലത്തെ ലഞ്ച്, രാത്രിയിലെ ഡിന്നർ, ഇതെല്ലാം കൂടെ കൂടി ഒരു 100 രൂപയ്ക്കകത്ത് നമ്മൾ സുഖമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റും. അതിൻ്റെ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തെ ആ ചെലവ് വളരെ ചുരുങ്ങിയതാണ് ഇവിടെ ഉത്തർപ്രദേശിൽ. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പം ഉത്തർപ്രദേശിൻ്റെ പല കേന്ദ്രങ്ങൾ എടുക്കുകയാണെങ്കിൽ കാൺപൂർ, ലക്നൗ, നോയിഡ, അതുപോലെ തന്നെ വാരണാസി, പ്രയാഗ്രാജ്, പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ വന്ന് പലതരത്തിലുള്ള ജോലികൾ, അതുപോലെ വിദ്യാഭ്യാസം സംബന്ധം. ഇപ്പോൾ വാരണാസിയിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പം നല്ലൊരു വിഭാഗം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നുള്ളവരാണ്. അവരുടെ പഠിക്കാനുള്ള ഒരു ആശ്രയം വാരണാസിയാണ്. പിന്നെ പ്രയാഗ്രാജ് ഉണ്ട്. അങ്ങനെ വിദ്യാഭ്യാസത്തിനും ജോലിക്കും വേണ്ടി നല്ലൊരു ഒഴുക്ക് ഉത്തർപ്രദേശിലോട്ട് ഇപ്പോൾ ഉണ്ട്. നല്ല രീതിയിൽ അത് ഇനി കൂടാനേ ഉള്ളൂ സാധ്യത. വളരെ സന്തോഷം. കാരണം UP മോഡൽ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചാ വിഷയമാണ്. ഒരു വിഭാഗം ആളുകൾ ഇതിനെ അനുകൂലിക്കുന്നു, ഒരു വിഭാഗം എതിർക്കുന്നു. ഇത്രയും നന്നായി ഞങ്ങൾക്ക് ഈ വാരണാസിയുടെ മണ്ണിൽ നിന്നും ഇത് വിശദീകരിച്ചതിന് വളരെ സന്തോഷം.
എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UP മോഡൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. കാരണം ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അതിനാൽ ഇവിടെ മേധാവിത്വം ചെലുത്തുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണോ അവർക്ക് ന്യൂഡൽഹിയിൽ അധികാരത്തിലെത്താൻ കഴിയും എന്നതാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും UP മോഡലും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പാക്കിയ വികസനവും ഉയർത്തിപ്പിടിച്ചാണ് BJP ഈ തവണ ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനെ എതിർത്തുകൊണ്ട് കോൺഗ്രസും SP ഒക്കെ അടങ്ങുന്ന INDA സഖ്യവും വേറൊരു ഭാഗത്തുണ്ട്. വാരണാസിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.